യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം ഒടുവിലത്തെ വാക്യങ്ങളിൽ രണ്ട് സ്നേഹിതന്മാരുടെ ഒരു വലിയ കോൺവെർസേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു സംഭാഷണം നമുക്ക് കാണാനായിട്ട് കഴിയും. ഫിലിപ്പോസിനോട് നഥനയേൽ ചോദിക്കുന്ന ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നസ്രത്തുകാരനായ യേശുവിൻ്റെ പുറകെ പോയാൽ എനിക്ക് എന്താണ് കിട്ടാനായിട്ട് പോകുന്നത്? സമൂഹത്തിൽ ഈ ചോദ്യം ചോദിച്ചിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എല്ലാ മനുഷ്യരുടെ ഉൾത്തടത്ത് നിന്ന് പൊങ്ങി വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്: യേശുവിനെ അനുഗമിച്ചാൽ എനിക്ക് എന്താണ് കിട്ടാനായിട്ട് പോകുന്നത്? ഫിലിപ്പോസ് അതിന് മറുപടി പറയുന്നത് വന്ന് കാണുക. തീർച്ചയായിട്ടും ഒരൊറ്റ മനുഷ്യൻ പറയുന്ന അഭിപ്രായത്തിലല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടുന്നത്, മറിച്ച് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുകയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് ആ കർത്താവ് നല്ലവനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് കർത്താവിനെ ആരാധിക്കാനും കർത്താവിനെ അനുഗമിക്കുവാനും തുടങ്ങേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ഒരു അഭിപ്രായം. ആരാലും പറഞ്ഞിട്ടാണ് നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്നതെങ്കിൽ നാളെ അത് അവസാനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ അനുഭവിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവസാനിക്കാതെ അത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ആ ജീവിതത്തെ അല്ലെങ്കിൽ ആ വിശ്വാസ ജീവിതത്തെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാനായിട്ട് കഴിയും.